വിന്നേഴ്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 മാത്സിൻ്റെ 11th ചാപ്റ്റർ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ. ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ലാസ്റ്റ് എക്സർസൈസിലെ പ്രോബ്ലംസ് ആണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതുപോലെ ഇതിനു മുൻപുള്ള 3 എക്സർസൈസും നമ്മൾ മറ്റ് വീഡിയോസായിട്ട് ഇതിനു മുൻപ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് കൂടുതൽ നല്ലത്. ഈ എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The inner diameter of a well is 2.5 meter and it is 8 meter deep. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഒരു കിണറാണ്. കിണറെന്ന് പറയുമ്പോൾ ഏതാ ഷേപ്പ്? മുകളിലും താഴെയും സർക്കിള് അല്ലേ? അപ്പോൾ ഏതാ ഷേപ്പ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ് കിണർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ, വെൽ. ഇനി ഇതിൻ്റെ ഏതൊക്കെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്? ദ ഇന്നർ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, സെൻറ്ററിലൂടെയുള്ള ഈ ഒരു ലൈൻ. അത് 2.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് 8 മീറ്റർ ഡീപ്പ്. 8 മീറ്റർ ആഴമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞാനത് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ മുതൽ ടോപ്പ് ടു ബോട്ടം അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 8 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഓഫ് സിമെൻറ്റിങ് ഇറ്റ്സ് ഇൻസൈഡ് അറ്റ് 350 per meter square? 350 rupees per meter square. അപ്പോൾ ഇതിൻ്റെ അകഭാഗം സിമെൻറ്റ് ചെയ്യണം, അതിനുള്ള കോസ്റ്റ് എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു പോർഷൻ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ സിമെൻറ്റ് ചെയ്യുക. അതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മളോട് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ഈ ഏരിയയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എവിടെയാണോ സിമെൻറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കിണറിൽ എവിടെയായിരിക്കും സിമെൻറ്റ് ചെയ്യുക? മുകളിൽ സിമെൻറ്റ് ചെയ്യുമോ? ഇല്ല, കാരണം നമുക്ക് വെള്ളം എടുക്കാനുള്ളതല്ലേ. അപ്പോൾ മുകളിൽ സിമെൻറ്റ് ചെയ്യില്ല. താഴെ സിമെൻറ്റ് ചെയ്യുമോ? ഇല്ല, കാരണം അവിടുന്ന് വെള്ളം ഊറി വരാനുള്ളത്. അപ്പോൾ അവിടെയും സിമെൻറ്റ് ചെയ്യില്ല. സിമെൻറ്റ് ചെയ്യുന്നത് ഈ വളഞ്ഞിരിക്കുന്ന ഭാഗമായിരിക്കും അല്ലേ. ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഇതുപോലൊരു റെക്റ്റാങ്കിൾ റോൾ ചെയ്തെടുത്ത പോലെയാണ്. മനസ്സിലായോ? ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ മടക്കി റോൾ ചെയ്തെടുത്താൽ നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടും അല്ലേ. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് അറിയാമെന്ന് വിചാരിച്ചു. റേഡിയസ് 6 ആണ്. 6 ആണെങ്കിൽ ഈ ഒരു പെരിമീറ്റർ എത്രയാണ്? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ. ആ പെരിമീറ്റർ ആയിരിക്കും ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് കേട്ടോ. ഈ പെരിമീറ്റർ എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോർഷനാണ് ഇവിടെ ഈ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്താണ്? 2πr അല്ലേ. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ 2πr. ഇനി ഈ പോർഷൻ എന്തായിരിക്കും? ഈ ഒരു റെക്റ്റാങ്കുലർ പീസ് മടക്കിയാണ് ഞാൻ സിലിണ്ടർ ആക്കിയതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്താവും? അത് 8 മീറ്റർ ആണ്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അവിടെ ഈ റേഡിയസിൻ്റെ വാല്യൂ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ആണ് 2.5 എന്ന് തന്നിരിക്കുന്നത് അല്ലേ. ഡയമീറ്റർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് അതിൻ്റെ പകുതി 2.5/2 ആണ് റേഡിയസ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എന്ന് പറയുന്നത് 2πr × 8 അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 2π, r എന്ന് പറയുന്നത് 2.5/2. ഓക്കെ, 2πr എഴുതി. ഇനി ഇൻറ്റു ഈ ഒരു 8 കൂടി വേണം. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദിസ് വെൽ. കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയാം. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. 2πr × 8 എടുത്തു. ഓക്കെ, ഈ 2ഉം 2ഉം കട്ടായി പോവും. ബാക്കി എന്താ ഉള്ളത്? 2.5 × 8. 25 × 8 ആണ് ചെയ്യേണ്ടത്. 25 × 8 ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 25 × 4 എന്താ? 25 × 4 100 ആണല്ലേ. അപ്പോൾ 25 × 8 എന്താ? ഈ 4ൻ്റെ ഡബിൾ അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 100ൻ്റെ ഡബിൾ 200. കണ്ടോ, ഇങ്ങനെ ചിന്തിച്ചെടുക്കാം. ഓക്കെ, ഇനി 2.5 × 8 ആണ് വേണ്ടത്. 2.5 × 8. അപ്പോൾ 25 × 8 200 ആണ്. അപ്പോൾ 2.5 എന്ന് പറയുമ്പം ഒരു ഡെസിമൽ പോയിൻറ്റ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഒരു ഡെസിമൽ പോയിൻറ്റ്. സോ 20 എന്ന് അങ്ങനെ
20 ഇൻറ്റു പൈ, ഇവിടെ ഒരു പൈ കിടപ്പുണ്ട്. അപ്പോൾ 20 ഇൻറ്റു പൈ മീറ്റർ സ്ക്വയർ, എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഏരിയ എന്ന് കിട്ടി. അപ്പോൾ 20 ഇൻറ്റു പൈ എന്താണ്? പൈ എന്ന് പറഞ്ഞാൽ നമുക്കത് 3.14 എന്ന് എടുക്കാം അല്ലേ? 3.14 ഇൻറ്റു 20. അപ്പോൾ എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു 3.14 എന്താ? 3.14 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 8, 2, 6 അല്ലേ? 2 ഡെസിമൽ പോയിൻറ്റ്. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 3.14 ഇൻറ്റു 2. ശരിക്കും പറഞ്ഞാൽ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു 0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 62.8 മീറ്റർ സ്ക്വയറിന് കിട്ടി. 1 മീറ്റർ സ്ക്വയറിന് 350 റുപ്പീസ് അല്ലേ? അപ്പോൾ 62.8 മീറ്റർ സ്ക്വയറിന് എത്രയാവും? 1 മീറ്റർ സ്ക്വയറിനാണ് 350 റുപ്പീസ്. ഓക്കെ, അപ്പോൾ 62.8 മീറ്റർ സ്ക്വയറിന് 350 ഇൻറ്റു 62.8 അത്രയും രൂപയാകും. ഇത് നമ്മളെങ്ങനെ ചെയ്യും? 628, ഈ നമ്പറാണ് എടുത്തത്. 628 ഇൻറ്റു 35 ചെയ്യാം. അതാണല്ലോ എളുപ്പം. ആ ഒരു 0 മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 21980 എന്ന് കിട്ടി. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്തത് എന്താ? 628 ഇൻറ്റു 35 ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഡെസിമൽ പോയിൻ്റ് ഉണ്ടല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇവിടെയാണ് ആ ഡെസിമൽ പോയിൻ്റ് വരിക. ഓക്കെ, 2198.0 കണ്ടോ? ഇവിടെ ആ ഡെസിമൽ പോയിൻ്റ് വന്നു. ഏത്? ഈ ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്തപ്പോൾ. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു 0 ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ 35 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ആക്ച്വലി ഇത് 35 ഇൻറ്റു 10 ആണ്. 350 ആണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് എങ്ങോട്ട് പോവും? റൈറ്റിലോട്ടും പോവും. അതായത് 21980 റുപ്പീസാണ് ശരിക്കുള്ള കോസ്റ്റ്. ഓക്കെ, ഇത് കൺഫ്യൂഷന് വരണ്ട. നമുക്ക് ആദ്യം ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു, ആദ്യം നമ്മളത് കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. 10 എന്ന് പറയുമ്പോൾ ഒരു 0 ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഡിജിറ്റ് മുന്നോട്ടും ചാടണം നമ്മുടെ ഡെസിമൽ പോയിൻ്റ്. അപ്പോഴാണത് 21980 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയമീറ്റർ ഓഫ് എ റോഡ് റോളർ ഈസ് 80 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് 1.2 മീറ്റർ ലോങ്. ഇവിടെ ശ്രദ്ധിച്ച്, ഒരെണ്ണം സെൻറ്റിമീറ്ററിലും ഒരെണ്ണം മീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ലെവൽ സർഫസ് വെൻ ഇറ്റ് റോൾസ് വൺസ്? അതായത് വലിയൊരു റോഡ് റോളറുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് എങ്ങനെയാണ്? ഒരു സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇല്ലേ? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത പോലെയാണ് അത് റോൾ ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ലെവൽ സർഫസ് വെൻ ഇറ്റ് റോൾസ് വൺ? ഈ സിലിണ്ടർ ഇങ്ങനെ ഒരു പ്രാവശ്യം വന്നു അങ്ങനെ കറങ്ങി വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തോരം ഏരിയ കവർ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് ദ റോഡ് റോളർ. ഈ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ബേസിൻ്റെ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 80 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 80 എന്ന് സെൻറ്റിമീറ്ററിൽ. ആൻഡ് ഇറ്റ് ഈസ് 1.2 മീറ്റർ ലോങ്. ഇതിൻ്റെ ലെങ്ത്ത് 1.2 മീറ്റർ ആണ്. ഓക്കെ, 2 മീറ്റർ. ഇത് സെൻറ്റിമീറ്ററും മീറ്ററുമാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഏരിയ? അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ കാണണമെങ്കിൽ എന്താ? ഇതിന് തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ? സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ഇൻറ്റു ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം 1.2 എന്ന് തന്നിട്ടുണ്ട്. ഞാനിവിടെ h എന്ന് തന്നെ എഴുതുകയാണ്. അപ്പോൾ 2πr ഇൻറ്റു h ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ. ഇവിടെ ഒരാൾ സെൻറ്റിമീറ്ററിലും മറ്റേ ആൾ മീറ്ററിലുമാണ് കിടക്കുന്നത്. നമുക്കത് ഒരേ യൂണിറ്റിലോട്ട് മാറ്റാം. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ മീറ്റർ ആണല്ലോ, നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ ഇവിടെ 80 സെൻറ്റിമീറ്റർ അല്ലേ? 100 സെൻറ്റിമീറ്റർ എത്രയാണ്? 1 മീറ്റർ. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 1/100 മീറ്റർ. അപ്പോൾ 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 80/100 മീറ്റർ. ഓക്കെ, അപ്പോൾ 80/100 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി 80/100 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 0 കട്ടായിപ്പോയി, പിന്നെ ഒരു 0 ഉണ്ടല്ലേ? ദാറ്റ് മീൻസ് ഇപ്പോൾ ആക്ച്വലി എവിടെയാണ് ഡെസിമൽ പോയിൻ്റ്? ഇവിടെ ഉണ്ട്. 8 എന്ന് പറഞ്ഞാൽ 8 കഴിഞ്ഞിട്ടൊരു കുത്തുണ്ട്
എന്ന് വിചാരിച്ചാൽ മതി. ഈ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് വരും? ലെഫ്റ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ആവും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെത്രയായി? 0.8 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? റേഡിയസ് ആണ് അല്ലേ? 2πr ആണ് വേണ്ടത്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ്. ഇത് ഡയമീറ്റർ ആണ് കിട്ടിയത് അല്ലേ? ഡയമീറ്റർ ആണ് ഇപ്പോൾ 0.8 എന്ന് കിടക്കുന്നത്. അപ്പോൾ 0.8/2 ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലോ റേഡിയസ്. അപ്പോൾ ഇത് 0.4 മീറ്റർ ആണ് റേഡിയസ് എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ CSA എന്ന് എഴുതി 2πr × h 2π 3.14 ഇൻറ്റു r എന്ന് പറയുന്നത് 0.4 ഇൻറ്റു h എന്ന് പറയുന്നത് 1.2. ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. ഇത് കുറച്ചും കൂടി എളുപ്പമാവാൻ ഞാനിതാ 4ഉം ഈ 1.2 എടുക്കുകയാണ്. 0.4ഉം 1.2. 0.4 × 1.2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. 12 × 4 എത്രയാണ്? 12 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഇല്ലാതെ ഞാനങ്ങ് ആലോചിക്കുകയാണ്. 12 × 4 എത്രയാണ്? 48. അപ്പോൾ ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ടെന്ന് നോക്കിയേ. ടോട്ടൽ 2 ഡെസിമൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? 2 ഡെസിമൽ പോയിൻ്റ് വേണം ആൻസറിൽ എന്ന് പറയുമ്പോൾ 0.48 ആണ് വരുന്നത്. 0.4 × 1.2 എന്ന് പറഞ്ഞാൽ 0.48 ആണ്. ഇനി ബാക്കി ചെയ്യാത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ കൺസിഡർ ചെയ്യാത്ത, ഇതുവരെ നോക്കാത്തവർ 2 × 3.14 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2 × 3.14 ചെയ്യാം. അത് നമ്മൾ ഇതിനു മുമ്പും ചെയ്തല്ലോ. അത് എളുപ്പമാണ്. 6.28 എന്ന് കിട്ടും അല്ലേ? 2 × 3.14 6.28. ഇനി എന്താ? അതിനെ 0.48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.48 കൊണ്ട്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽസ് ഒന്നും അവിടെ ഇല്ല എന്നുള്ള പോലെ 628 × 48 ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുന്നു. 628നെ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. 30144. ഇനി നമുക്ക് എത്ര ഡെസിമൽ പോയിൻ്റ് വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 അല്ലേ? 4 ഡെസിമൽ പോയിൻറ്റ്സ് വേണം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. 1 2 3 4 ഉണ്ടോ? അപ്പോൾ പോയിൻ്റ് എവിടെ വന്നു? 3 കഴിഞ്ഞിട്ട് പോയിൻ്റ് വന്നു. സോ ഇതിൻ്റെ ആൻസർ 3.0144. അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അതായത് ഈ റോഡ് റോളറിൻ്റെ ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. പക്ഷേ ദാറ്റ് ഈസ് സെയിം ആസ് ദ ഏരിയ ഓഫ് ലെവൽ സർഫസ് വെൻ ഇറ്റ് റോൾസ് വൺസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി നമുക്ക് ഈ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് ഏരിയ ആൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ആർ ഈക്വൽ. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു സർക്കിളായിട്ടായിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ആണ് വേണ്ടത്. റേഡിയസ് 6 ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്താ? സർക്കിൾ ഹാവിങ് റേഡിയസ് r എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് 2πr ആണോ? അല്ല, അത് πr² ആണ്. 2πr എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ ആണ്. ഓക്കെ, ഇത് തമ്മിൽ കുട്ടികൾക്ക് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr². കണ്ടോ? ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഉണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ പെരിമീറ്ററിൻ്റെ 2ഓ? അത് മുന്നിലാണ് കിടക്കുന്നത്. 2πr. ഓക്കെ, ആറിനെ സ്ക്വയർ ചെയ്യുന്നത് നമ്മൾ പറയില്ലേ മീറ്റർ സ്ക്വയറിലാണ് ഏരിയ കിടക്കുക അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ ആറിന് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതാണ് ഏരിയയ്ക്കുള്ള ഇക്വേഷൻ. അത് തെറ്റിപ്പോകരുത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr². അതാണ് ബേസ് ഏരിയ അല്ലേ? ഇനി ബേസ് ഏരിയ ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ആർ ഈക്വൽ. കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഈ ബേസിൻ്റെ പെരിമീറ്റർ, അതാണ് കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇനി പറയാൻ പോകുന്നത്. ബേസിൻ്റെ പെരിമീറ്റർ എന്താ? 2πr. ബേസിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് h ആണെന്ന് വിചാരിച്ചു. ഹൈറ്റ് ഇൻറ്റു h ചെയ്യുമ്പോഴാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇത് ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറയുന്നത് πr². കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × h. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദേ ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈക്വേറ്റ് ചെയ്യാൻ പോവാണ്. πr² ഈസ് ഈക്വൽ ടു 2πrh. πr² ഈസ് ഈക്വൽ ടു 2πrh. ഇനി ഈക്വൽ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് പോകാമല്ലോ. ദാ ഇത് രണ്ടും കട്ടായി. ഇനി ഇവിടെ ഒരു r² ഉണ്ടല്ലേ? r² എന്ന് പറഞ്ഞാൽ എന്താ? r × r ആണ് r² ഈസ് ഈക്വൽ ടു 2rh എന്ന് കിട്ടി.
ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, കട്ടായിപ്പോയി. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു ആറ് മാത്രമേ ഉള്ളൂ. ഇവിടെയോ ഒരു 2h ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? 2h is equal to r or r is equal to 2h എന്ന് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് r ആൻഡ് ഹൈറ്റ്? r ഈസ് 2h എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ r ഈസ് ഈക്വൽ ടു 2h എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എന്നാണല്ലോ കിടക്കുന്നത്, 2 ഇൻറ്റു എച്ച് ആണ്. ഇങ്ങോട്ട് വരുമ്പോഴോ ഡിവൈഡഡ് ബൈ എന്നാകും. r ബൈ എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് 2 ആണ്. r ബൈ എച്ച് ഇസ് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2/1 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 2/1. സോ r ബൈ എച്ച് എന്ന് പറയുന്നത് 2/1. സോ r ഈസ് ടു എച്ച് ഈസ് 2:1. കണ്ടോ, ഇതാണ് ആൻസർ. ഇതോടെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുട്ടികൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.